ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ 766 ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്നേഹതീരം ഉതിരക്കുഴി മിത്രമല വെച്ച് നടത്തുന്നതാണ്. അന്നം സ്പോൺസർ ചെയ്യുന്നത് വടക്കോട്ടുകാവ് കലാശ്രീയിൽ ശ്രീമാൻ മഹേശ്വരൻ കുറുപ്പ്. അവരുടെ സഹധർമ്മിണി പരേതിയായ ശ്രീമതി സരസ്വതി അമ്മ അവരുടെ 3ാം ചരമവാർഷിക ദിനം പ്രമാണിച്ച് മകൾ വൃന്ദ MS, മരുമകൻ വേണുഗോപാൽ TS, ചെറുമകൻ വിഷ്ണുപ്രിയ V ഇവർക്കും കുടുംബത്തിനും സ്നേഹിതരുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സഭാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, ഈ പ്രഭാതം കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിച്ചു. ഇന്ന് മരണത്തിൻ്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്ന സരസ്വതി അമ്മയുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈ അമ്മ കുടുംബത്തിന് വേണ്ടി ജീവിതകാലത്ത് ഇതെല്ലാം നന്മകളെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ അമ്മയുടെ ആത്മാവ് സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ വലതുവശത്തായിരുന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനും മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ ചെയ്ത എല്ലാ ത്യാഗങ്ങളെയും അധ്വാനങ്ങളെയും നല്ല പ്രവൃത്തികളെയും നന്ദിയോടെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് അമ്മയുടെ ഈ ചരമദിനത്തിൽ സ്നേഹദിനം മക്കളെ ഓർത്തതിനും ഞങ്ങളെ സഹായിച്ചതിനും ഞങ്ങളേറെ നന്ദി പറയുന്നു. ഇന്ന് ഈ ദിനത്തിലെ വീട്ടിലെല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയ ആഘോഷമാക്കാമായിരുന്നു. എന്നാൽ ഈ കുടുംബം സ്നേഹദീനത്തെയാണ്. സ്നേഹദീനത്തെ മക്കൾക്കാണ് അന്നദാനം എന്ന മഹാപുണ്യം നൽകുവാൻ മനസ്സായത്. ഈ അമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇന്നോളം കൊടുത്ത കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇവരെ കുടുംബത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയോ രോഗപീഠകളോ കുടുംബത്തെ ബാധിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തുണ്ടായാലും ദൈവമേ അങ്ങ് അതെല്ലാം എടുത്തു മാറ്റി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള ബുദ്ധിശക്തി കൊടുക്കണമേ. കുഞ്ഞുങ്ങൾ മിടുക്കരായി പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവസരങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുടെ ചെറുതുവലുമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലെ കൃപ വർഷിക്കണമേ. വടക്കോട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ അന്നപുണ്യം പദ്ധതിയുടെ 766 ഘട്ടം എത്തി നിൽക്കുമ്പോൾ കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലി എന്ന് സങ്കീർത്തകൻ പറയുന്നു. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും ദൈവത്തിന് ആയിരം നന്ദി പറയുന്നു. സഭാസമിതിയുടെ കയ്യിൽ ധാരാളം ബാലൻസോ ഒത്തിരി സമ്പത്തോ ഉള്ളത് കൊണ്ടല്ല അവരെ കർമ്മങ്ങൾ ചെയ്യുക. അവരുടെ ഓരോരുത്തരുടെയും ആരോഗ്യവും സമയവും അവരുടെ സമ്പത്തെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. രക്ഷാധികാരിയായ ഡിനസാറിനെയും ഓരോ കോൺസേഴ്സിനെയും ഓരോ ഭാരവാഹികളെയും അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ 766 ഘട്ടം എത്തി നിൽക്കുവാൻ അവരുടെ പരസ്പര കൂട്ടായ്മ, സ്നേഹം, പങ്കുവെക്കല് എല്ലാത്തിലും ഒരു ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഇതൊക്കെ കൊണ്ടാണ്. കർത്താവേ, ഇനിയും ധാരാളം മക്കൾക്ക് നന്മ ചെയ്യുവാൻ സേവാസമിതിയുടെ അന്നപുണ്യം പദ്ധതിയുടെ ഘട്ടങ്ങൾ ഒത്തിരിയേറെ എത്തി നിൽക്കുവാൻ അങ്ങ് വഴികൾ ഒരുക്കണമേ. എല്ലാവർക്കും രക്ഷാധികാരിക്കും കോൺസേഴ്സിനും ഭാരവാഹികൾക്ക് എല്ലാ ആരോഗ്യ ആയുസ്സും എല്ലാ നന്മകളും കൃപകളും വർഷിക്കണമേ. കുടുംബങ്ങളിൽ ശാന്തി സമാധാനം എല്ലാം നൽകണമേ. കുഞ്ഞുങ്ങളൊക്കെ റിസൾട്ടറിന് പുതിയ പഠിക്കാനൊക്കെ ആയിട്ട് പുതിയ സംരംഭത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന് കൃപാകടാക്ഷം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അതിനെ സ്നേഹതീര മക്കളെ ഓർത്ത് സഹായിച്ചതിനേറെ നന്ദി പറയുന്നു. ദൈവത്തോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ.